ഞാൻ എൻ്റെ ഞങ്ങളുടെ മക്കൾക്കാണ് സാക്ഷ്യം പറയുന്നത്. അവൻ കോട്ടയത്തിന് പോകുന്നു. ഇവിടെ വീട്ടിൽ ജോലിക്ക് പോയ സമയത്ത് അവന് വണ്ടിയാസത്തിനുണ്ടായി. അവൻ്റെ തല തന്നെയാണ് മെയിൻ റോഡിലോട്ട് തന്നെ അടിച്ചത്. അടിച്ചതിന് അന്നേരം അവൻ്റെ ബോധം എല്ലാം പോയി. അവന് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടപ്പം പറഞ്ഞവന് തിരിച്ച് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. ദൈവമേ, അവിടെ നിന്നിട്ട് ഞാൻ മറിഞ്ഞു കിടന്ന് ഞാനവിടെ തെന്നി നിന്നപ്പം അവിടെ നിന്നിട്ട് സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ദൈവമേ, അവന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുത്. ഓപ്പറേഷൻ എല്ലാം ചെയ്തതിന് അവന് ആളെ പോലും തിരിച്ചറിയാൻ വരാത്ത ദിവസമായിരുന്നു. അത് അവന് ഓപ്പറേഷൻ എല്ലാം ചെയ്തതിന് 3-ാം ദിവസം അവൻ ആളെ തിരിച്ചറിഞ്ഞു. അവൻ നടക്കത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞു അവൻ നടക്കുവാൻ തുടങ്ങി. യാതൊരു കുഴപ്പവുമില്ലാതെ അവൻ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. വിശ്വാസത്തിന് 2 സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒന്ന് എൻ്റെ മോക്ക് വേണ്ടിയാണ്. 2 പേർക്കും ലോൺ എടുത്താണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. മൂത്ത മോക്ക് ലോൺ എടുത്തിട്ട് പറഞ്ഞത് 35,000 രൂപ കൊണ്ട് അടച്ചു തീർക്കാതെ കൊച്ചുമോക്ക് ലോൺ തരത്തില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ തവണ ലോൺ അവരെനിക്ക് തന്നതാണ്. 2ാമത്തെ ലോൺ അവർ തരത്തില്ല. എന്ത് കളയും? 35,000 രൂപ അടച്ചു തീർക്കാതെ ഈ കൊച്ചിന് അവർക്ക് തിങ്കളാഴ്ച ഈ 75,000 രൂപ കോളേജിൽ കൊണ്ടു കൊടുക്കാതെ അവളെ അവിടെ കയറ്റുകയില്ല. ഞാൻ നിരാശയോടെ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യയായപ്പം ജയമാല ചൊല്ലി പറഞ്ഞ ദൈവമേ, നാളെ ഈ തരുവാനെന്ന് പറഞ്ഞ മാനാതിര ദൈവമേ, നീ അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഈശോടെ നിങ്ങളാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭർത്താവ്, നീ മാതാവ്, നീ അവിടുന്ന് കരുണ ചെയ്തുകൊണ്ട് പറഞ്ഞു തീർന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ 10 മണിയായപ്പോൾ തന്നെ മാനാതിരി വിളിച്ചു പറഞ്ഞു, കൊച്ചിനെ പറഞ്ഞു വിട്ടവരെ ഞങ്ങൾ 25,000 രൂപയും തരാമെന്ന്. അവർ ഡ്യൂട്ടിയായിട്ട് ആ പൈസ തന്നെ ചോദിച്ചു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല. അതുപോലെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. 4 വർഷത്തിന് മുമ്പ് എൻ്റെ കിണർ കുത്തി ഇഷ്ടം പോലെ കത്തിനകത്ത് വെള്ളം, ഒരു കുഴപ്പമില്ലാത്ത വെള്ളമായിരുന്നുള്ള കണ്ണുനീര് പോലത്തെ വെള്ളം. ഒരു 5-6 മാസം ഈ 6 മാസം കഴിയുമ്പോൾ എൻ്റെ വെള്ളത്തിന് ഭയങ്കര ചൊവ്വയും നിറവ്യത്യാസം. നീ തന്നെ ഉറവായ വെള്ളമാണല്ലോ കർത്താവ്. ആദ്യം കിണർ വന്ന് തേയി. 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടെ തേയി കൊഞ്ഞപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആ ചൊവ്വയും നിറവ്യത്യാസം. 3-ാം പ്രാവശ്യം ഞാൻ നിന്റെ ജീവിച്ച മാതാവിനോട്, മാതാവ് നീ തന്നെ ഉറവായ വെള്ളമാണ്, അതിന് നീ തെളിച്ചു തരാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം കിണർ തേയി. ഇപ്പൊ 1 മാസമായിട്ട് നല്ല ആദ്യത്തെക്കാരും നല്ല കണ്ണുനീര് പോലുള്ള വെള്ളം എൻ്റെ ഈശോ എനിക്ക് തന്നെ 1000 നന്ദി സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ദാഹജലം കുടിക്കാൻ മേലാത്ത ശാപജലമായി മാറി. ആവർത്തിച്ചു, അടുത്ത് മാറിയില്ല. തേകി വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും കർത്താവ് ഈ നിലവിളി കേട്ടു. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ, മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, കൂടുതൽ ശക്തിയോടെ മിണ്ടിയപ്പോൾ, പ്രാർത്ഥിച്ചിട്ട് എന്ത് ഫലം കിട്ടി? ഒന്നും എത്ര നാളായി, എത്ര പ്രാവശ്യം തേകി. പരിഹസിക്കാൻ ആളുണ്ടാകാം. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വെള്ളം ശുദ്ധജലമായി മാറി. ഈ മകൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ എല്ലാം നമുക്ക് നന്ദി. ലോൺ അനുവദിക്കാതെ അനുവദിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവത്തിന് നന്ദി പറയുക. നിസ്സഹായത നിലവിളിക്കുന്ന ആരാരും സഹായിക്കാനില്ലാത്ത പാവങ്ങളുടെ, വിധവകളുടെ, സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കമായിരിക്കുന്നവരുടെ, ഒരുപാട് പരിഹസിക്കപ്പെടുന്നവരുടെ, നിന്ദിക്കപ്പെട്ട പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം വളരട്ടെ, ശക്തമായി വളരട്ടെ. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.